ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ദോശയാണ്. ഹെൽത്തി സ്റ്റഫ്ഡ് ദോശ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് മാവും 1 മുട്ടയും ഉപ്പും കൂടി ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വെജിറ്റബിള്, സാലഡിലുള്ള വെജിറ്റബിള്, കാബേജ്, ക്യാരറ്റ്, തേങ്ങ, സബോള, പച്ചമുളക്, ഇത് ലെമൺ പിഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 തരം എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഈ ദോശ വേവുമ്പോൾ ഒരു ദോശയിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയും സ്റ്റഫ് ചെയ്തിട്ട് ചുരുട്ടും. പിന്നെ ഒന്നിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് വെച്ച് ചുരുട്ടും. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നിൽ പഞ്ചസാരയും തേങ്ങയും മിക്സ് ചെയ്ത് വെച്ചത് സ്റ്റഫ് ചെയ്യാം. ചൂടാ അടുത്തതിൽ നമുക്ക് വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്യാം. 1 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കാം. നല്ല ഹെൽത്തിയാണത്, ഹെൽത്തി ദോശയാണ്. എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഇത് ഗോതമ്പല്ലേ, മൈദയല്ലേ, ഗ്ലൂട്ടനല്ലേ എന്നൊക്കെ. പക്ഷെ അതധികം മാവ് കുറച്ചല്ലേ ചേർക്കണുള്ളൂ. നമ്മളധികം ചേർക്കണത് ഈ സ്റ്റഫ് ചെയ്യുന്ന വെജിറ്റബിൾസാണ് അധികം ചേർക്കണത്. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്തവർ ഇത് കഴിക്കും. എല്ലാവരും കഴിക്കും. കുട്ടികൾക്കൊന്നും ചിലപ്പോൾ വെജിറ്റബിൾ അധികം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിളും കൂടിയിട്ട് അതിലിടുമ്പോൾ അവരറിയാണ്ടത് കഴിച്ചു. പിന്നെ തീരെ കഴിക്കാത്തവരാണെങ്കിൽ തേങ്ങയും പഞ്ചസാരയും ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എത്ര പണിയുള്ള അതിന്. എല്ലാം പെട്ടെന്നും കഴിയും. നമുക്ക് വെജിറ്റബിൾ അരിയേണ്ട നേരം മാത്രമാണ്. ഇതിൽ കുറച്ചധികം ഫില്ല് ചെയ്യാം നമുക്ക്. വെജിറ്റബിൾ അധികം പോകില്ല, അതുമ്പോൾ മെഴുകൊന്നും അധികം പോകില്ല. ഭയങ്കര ചൂടപ്പാ. ഒരു കൈ കൊണ്ട് പറ്റില്ല അത് ചെയ്യാൻ. സ്റ്റഫ് ചെയ്ത് മടക്കണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റഫ്ഡ് ദോശ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്നെ ഒന്ന് വിജയിപ്പിക്കണം എല്ലാവരും ചേർന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാട്ടോ. ഓക്കെ, ബൈ.